പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ കേന്ദ്രവും കേരളവും മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം മനുഷ്യത്വപരമായ സമീപനമാണ് ഈ ദുരന്തബാധിതരോട് വേണ്ടത്. അവിടെ കേന്ദ്രം കനിയുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വയനാടിനെ ചേർത്ത് പിടിക്കുമെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി അതിനുശേഷം വയനാട്ടിൽ വന്ന് സന്ദർശനം നടത്തിയ ശേഷം ഈ പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും പിന്നീട് ഒരു തരത്തിലും അതിപ്പോൾ കേരളത്തിന്റെ കയ്യിൽ ഫണ്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിനുശേഷം നമ്മൾ കണ്ടതാണ് നിരവധി സംസ്ഥാനങ്ങൾക്ക് ഈ കേന്ദ്ര ഫണ്ടിൽ പെടുത്തി നിരവധിയായ സഹായങ്ങൾ നൽകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കറിയാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവർ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇന്ത്യയും കേരളത്തിലാണ് എന്ന് ഓർക്കണം, ക്ഷമിക്കണം, കേരളവും ഇന്ത്യയിലാണ് എന്ന് ഓർക്കണം എന്ന് പറഞ്ഞത്. ഞങ്ങളെ അങ്ങനെ അവഗണിക്കരുത് എന്ന് പറഞ്ഞത്. സ്വാഭാവികമായും അത്തരമൊരു അവഗണന ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനുമോദ്, ഈ ദുരന്തബാധിതർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫണ്ടുകളെ കുറിച്ചൊന്നും അവർക്കറിയാൻ താല്പര്യമില്ല. അവർക്ക് വേണ്ടത് കിടപ്പാടമാണ്, പുനരധിവാസമാണ്. അവർക്ക് പഴയ സാഹചര്യങ്ങളിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും അവർ ജീവിച്ച തരത്തിൽ അവർക്കൊരു മനുഷ്യരായി ഈ സമൂഹത്തിലെ ആളുകളായി അവിടെ ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനവും ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ സർക്കാരുകൾക്കുണ്ട്. അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം വലിയൊരു ദുരന്തം ഫേസ് ചെയ്ത ഒരു ജനത ഈ പരസ്പരമുള്ള പോര് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്കുകൾ കേട്ട് വല്ലാതെ മരവിച്ച ഒരവസ്ഥയിലാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഈ സങ്കടങ്ങൾ അവരെങ്ങനെയാണ് അനുഭവത്തോട് പങ്കുവെക്കുന്നത്? രഞ്ജിത്ത്, ഒരു രാത്രി കൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു നാട്ടിലാണ് ഞാനിപ്പോഴുള്ളത്, ചൂരൽമലയിൽ. നമുക്കിവിടെ കാണാം ഇപ്പോൾ ഈ അടഞ്ഞു കിടക്കുന്ന ഈ കെട്ടിടങ്ങളും പകുതി തകർന്നു വീണ ഈ കെട്ടിടങ്ങളൊക്കെയാണ് ഈ ദുരന്തത്തിന്റെ ഇപ്പോഴത്തെ ശേഷിപ്പ്. ഇവിടെ വളരെ കുറച്ചു പേർ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അവരിൽ ഉള്ള ആളുകളുടെ തന്നെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ദുരന്തത്തിൽ എവിടെയോ പോയി മറഞ്ഞു. പലരെയും കണ്ടെത്തിയിട്ടില്ല. പലരും എവിടെയാണെന്ന് അറിയാതെ ഇപ്പോഴും ആ ദുഃഖത്തിലുള്ളവരാണ്. പലരും ഇവിടെ താമസിക്കാൻ കഴിയാതെ മറ്റെവിടേക്കോ താമസം മാറിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു നാടിന്റെ വേദനയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്നോടൊപ്പം ഇവിടുത്തെ പഞ്ചായത്ത് അംഗമായ സുഖവേട്ടൻ അടക്കമുള്ളവർ ചേരുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും ഈ ഒരു ദുരന്തം നൽകിയ വേദനകളെ അതിജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ ഒരു അങ്ങാടിയുടെ തന്നെ കാഴ്ച കണ്ടാൽ അറിയാം, എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. എല്ലാം എങ്ങനെ ഇനി ഉപജീവനത്തിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ തീർത്തും പ്രതിസന്ധിയിലായിപ്പോയ ഒരുപാട് പേരുടെ ഉപജീവന മാർഗങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നത്. സുഖേട്ടന്റെ 2 കടകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സുഖേട്ടൻ ഇവിടുത്തെ പഞ്ചായത്ത് അംഗം കൂടിയാണ്. എന്താണ് നിലവിലെ ഇവിടുത്തെ ഒരു സാഹചര്യം? നമ്മുടെ പ്രദേശത്തിന്റെ സാഹചര്യം പറയുകയാണെങ്കിൽ വളരെ ദയനീയമാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 220ാമത്തെ ദിവസം കിടക്കുകയാണ്. അതിന്ന് ആ ദുരന്തം കഴിഞ്ഞ ശേഷം ഇതുവരെ ആരും മോചിതരായിട്ടില്ല. ഇപ്പം ടൗണിലെ അവസ്ഥ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഒരു കടകൾ വരെ തുറക്കാൻ കഴിയുന്നില്ല. ഗവൺമെന്റ് കൃത്യമായിട്ടൊരു നോംസോ അതിന്റെ പോളിസി നമ്മളോട് പറഞ്ഞു തരുന്നില്ല. കടകൾക്ക് കറണ്ട് വേണം, ടൂറിസം മേഖല എങ്ങനെ മുന്നോട്ട് വേണം, ടാക്സിയുടെ ഉപജീവന മാർഗം വേണം, പ്ലാന്റേഷനിലെ തൊഴിലാളി ഏരിയയിൽ മുന്നോട്ട് വേണം. എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. തുടക്കമേ പറയട്ടെ, ദുരന്തം വന്ന് 10 ദിവസം കഴിഞ്ഞോടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മളെ പ്രദേശം സന്ദർശിച്ചപ്പോൾ തന്നെ നമുക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അദ്ദേഹം ദുരന്തവുമായി ബന്ധപ്പെട്ട ആ പ്രത്യേക പാക്കേജ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ഞങ്ങൾ ആകെ നിരാശയിലാണ്. ഇതുവരെ പുനരധിവാസം ഒരു മേഖലയിൽ എത്തിച്ചാൽ ഒരു പുനരധിവാസം ഒരു വീട് മാത്രമല്ല, അവർ തൊഴിൽ, ജോലി, കൂലി, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അടിസ്ഥാനമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഇതുവരെ ചെയ്യാൻ പറ്റില്ല. ഇനി എത്ര നാൾ ഇതുപോലെ നിൽക്കണം നമുക്കറിയുന്നില്ല. ഇപ്പം എല്ലാവരും വാടക വീടുകളിലാണ് നിൽക്കുന്നത്. വാടക വീട്ടിൽ ഇപ്പോൾ കുറേ തോട്ടം തൊഴിലാളി ഇവിടെ വന്ന് ജോലിക്ക് പോകുന്നുണ്ട്. 1.5 മണിക്ക് ജോലി കഴിഞ്ഞ് അതേ സ്പീഡിൽ ഇവിടുത്തെ തോട്ടം തൊഴിലാളി തന്നെ മുട്ടില്, മാനന്തവാടി, മീനങ്ങാടിയൊക്കെ ഉള്ളത്. അവർക്കും വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് ഏതായാലും ശരി ഒരു നല്ലൊരു തീരുമാനം നമുക്ക് കിട്ടാത്തത് വളരെ പ്രയാസമാണ്. എന്തായാലും അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക ഒരു പാക്കേജ് തന്നെ വയനാട് ചൂരൽമല ദുരന്തത്തിന് പ്രഖ്യാപിക്കണമെന്നാണ് ഒരു പ്രദേശവാസി എന്നുള്ള വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. ഇപ്പൊ ഈ മേഖലയിൽ ഉപജീവനം തന്നെ എല്ലാവരുടെയും വഴിമുട്ടിയ ഒരു സാഹചര്യമാണല്ലോ. എങ്ങനെയാണ് അങ്ങയുടെ കടയുണ്ടോ ഇവിടെ? എങ്ങനെയാണ്? കട നമുക്ക് കടകളുണ്ടായിരുന്നു. ആ കടകളെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ കടനെക്കാട്ടി വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റാണ്. ഞങ്ങൾക്ക് 585ഓളം കുട്ടികളുണ്ടായ ഒരു സ്കൂളാണത്. അത് എന്ന് പറഞ്ഞാൽ 6 വർഷമായിട്ട് മൊത്തം 10ാം ക്ലാസ്സിൽ മുഴുവനും 100% വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. അത് ഈ പ്രളയത്തിൽ മൊത്തം നഷ്ടപ്പെട്ടു. അതിൽ ഞങ്ങളെ 33 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അതിൽ 23 കുട്ടികളെ ഞങ്ങൾക്ക് കിട്ടി, അവരെ മറവ് ചെയ്യാനും സാധിച്ചു.
ഇനിയും 10 കുട്ടികളെ ഇനിയും കിട്ടാനാണ്. അതിലുപരിയായിട്ട് ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇവിടുന്ന് KSRTC ബസ്സിലാണ്. ഞങ്ങൾക്ക് 300 കുട്ടികൾ ഇനിയും ഇവിടുന്ന് ഈ ചൂരൽമലയിൽ നിന്ന് പോകുന്നുണ്ട്. 3 KSRTC ബസ് വിട്ടുതന്നിട്ടുണ്ട് ഗവൺമെന്റ്. അതല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂൾ നിർബന്ധമായിട്ട് വേണം. അത് 1 മുതൽ 12 വരെയുള്ള ഒരു സ്കൂളാണ്. +1 +2 ഒക്കെ ഉണ്ടായ ഒരു സ്കൂൾ അവിടെ ഈ വിദ്യാലയത്തിൽ ഉണ്ടായതാണ്. ഏറ്റവും സുന്ദരമായ സ്കൂൾ. അതെ. കേരളത്തിലെ ഏറ്റവും സുന്ദരമായ സ്കൂൾ. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ഈ നാട്ടിലല്ലാതെ വേറെ എവിടെ ഉണ്ടാവില്ല. അതായത് ഒരു പുഴയോട് ചേരിങ് കൊണ്ടുള്ള ഒരു സംഭവം. അതായത് ബിൽഡിങ്ങുകളായിക്കോട്ടെ, ഞങ്ങളുടെ മാഷ്മാരായിക്കോട്ടെ, എല്ലാവരും ഒറ്റക്കെട്ടായി പോണൊരു സ്ഥാപനം കാര്യങ്ങളൊക്കെ ആയിരുന്നു. 14 വർഷമായിട്ടുള്ള മാഷ്മാരുള്ള ഒരു സ്കൂളാണിത്. അതുപോലെ 7 കൊല്ലം 8 കൊല്ലമൊക്കെ ആയ സ്കൂളിൽ മാഷ്മാരാണുള്ളത്. അപ്പോൾ നമുക്ക് വളരെയധികം വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മക്കൾ രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ വളരെയധികം വിഷമത്തോടു കൂടി തന്നെയാണ് മേപ്പാടിയിലേക്ക് പോണത്. അത് നിർബന്ധമായിട്ട് ആ സ്കൂള്, അതുപോലെ ഞങ്ങൾക്ക് വില്ലേജ്, നമ്മുടെ ഒരു ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ട് ഇവിടെ വരണം. ഇപ്പൊ ഈ ഒരു മേഖല ഒന്നാകെ ശരിക്ക് ആളൊഴിഞ്ഞ അവസ്ഥയിലാണല്ലോ. എങ്ങനെയാണ് അങ്ങയുടെ അനുഭവങ്ങൾ? നമ്മളും ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു വ്യാപാര സ്ഥാപനം നടത്തിയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട്, സ്വത്ത് നഷ്ടപ്പെട്ട് എല്ലാം. അപ്പൊ നമ്മളെല്ലാവരുടെയും ഫസ്റ്റ് നമ്മൾ എല്ലാവരും പറയുന്നത് അവരെ പുനരധിവസിപ്പിക്കണം. അതിലാർക്കും ഒരു തർക്കമില്ല. പക്ഷെ ഇതുപോലെ ജീവിപ്പിക്കുന്ന ജീവിത മാർഗങ്ങളൊക്കെ വഴിമുട്ടി ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ പാലം കഴിഞ്ഞ അപ്പുറത്തൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു 100-100ഓളം ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായൊക്കെ ജീവിതം കഴിഞ്ഞു പോകുന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ പലപ്പോഴും പറയാം റിസോർട്ട് മാഫിയകള്, അതുപോലെ ടൂറിസ്റ്റ് മാഫിയകൾ എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനത്തെ ഒരു മാഫിയല്ല. ഇവിടെ എല്ലാം ഇവിടുത്തെ സാധാരണ ആളുകളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. അതിന്റെ പിന്നിൽ ഒരു മാഫിയില്ല. നമ്മളൊക്കെ ഒരുപാട് കാലം കച്ചവടം ചെയ്ത് ഇവിടുത്തെ കുറച്ച് വ്യാപാരികള് അവര് ലോണായിട്ടും മറ്റേതൊക്കെ ആയിട്ട് എടുത്ത് ചെയ്യുന്ന ഓരോ സംരംഭങ്ങൾ, അതുപോലെ ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാർ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് അവർക്ക് ഓരോ ജീവിത മാർഗങ്ങളാണ്. ഇതിന്റെ പിന്നിലൊന്നും ഒരു മാഫിയകളോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതിന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒരു അപേക്ഷ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ ഇതിന്റെ പിന്നിലൊക്കെ വലിയ മാഫിയകളാണ്, ഇത് തുറക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇനി ഈ നാടെ പാടെ ഒഴിവായി പോകണം എന്നുള്ള ഒരു ചർച്ചകളൊക്കെയാണ് പിന്നിൽ വരുന്നത്. അതൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇവിടുത്തെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു തരണം. ഈ വിനോദസഞ്ചാര മേഖലയിലാകുമ്പോഴും കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്തായാലും നശിച്ചു പോയി കാണുമല്ലോ. നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തെ കുറിച്ച് എന്തെങ്കിലും കണക്കെടുപ്പോ അതേക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അധികൃതർ പറഞ്ഞു കിട്ടിയിട്ടുണ്ട്? ഇല്ലല്ലോ. ഇപ്പൊ നമ്മളെ പ്രോപ്പർട്ടിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മളെ കച്ചവട സ്ഥാപനങ്ങളാണ്. ഇതിലൊന്നും ഇപ്പൊ സർക്കാരിന്റെ കണക്കിലൊന്നും ഇതുവരെ വരികയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല. വ്യാപാരികളെ സംബന്ധിച്ചിട്ട് ഞങ്ങളെ സംഘടന, വ്യാപാരി വ്യവസായ ഏകോപന സമിതി എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെതായിട്ടൊന്നും വന്നിട്ടില്ല. ഇനി തുടർന്ന് എങ്ങനെയാണ് ഈ കച്ചവടങ്ങൾ, ടൗൺഷിപ്പ് എന്നൊക്കെ പറയാന്നല്ലാണ്ട് അതൊക്കെ ഏത് കാലം വരെ ഇത് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും വരുമാനം കിട്ടാത്തൊരു സാഹചര്യം, എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാത്ത അവസ്ഥ. അതെ. അത് ആ ദുരന്തം നടന്ന് ഇന്ന് വരെ ഇപ്പൊ ഒരു ജോലി ഒന്നും ഇല്ലാണ്ട് ഞങ്ങളിങ്ങനെ ടൗണിലൂടെ ഇങ്ങനെ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ ഞങ്ങളെ